സ്കൂളിൻ്റെ 95ാം വാർഷിക ആഘോഷം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണല്ലോ. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ മിൻ ടീച്ചറിനും ശാലിനി സിസ്റ്ററിനും യാത്രയപ്പ് നൽകുന്ന ഒരു സവിശേഷ സന്ദർഭം കൂടിയാണ് ഇത്. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന കാലഘട്ടം ഈ വിദ്യാലയത്തിൽ നിസ്വാർത്ഥ സേവനം ചെയ്തവരാണ് അവർ. നീണ്ട 33 വർഷക്കാലം ഈ സ്കൂളിൽ മാത്തമാറ്റിക്സ് അധ്യാപികയായി പ്രവർത്തിച്ച ആളാണ് മിനി ടീച്ചർ. ഈ വർഷം ടീച്ചർ വിരമിക്കുമ്പോൾ ഈ സ്കൂളിന് അതെന്തായിരിക്കുമെന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പകരം ഒരു സെൻ കഥ പറയാം. ഒരു പക്ഷി വീടിൻ്റെ തൊടിയിലിരുന്ന് പകൽ മുഴുവൻ പാട്ടുപാടുകയായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചതേയില്ല. വൈകുന്നേരമായപ്പോൾ പക്ഷി പാട്ട് നിർത്തി. അപ്പോഴാണ് ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതാണ് ആ കൊച്ചുകഥ. മിൻ ടീച്ചറിനെ പോലെ ഒരാളുടെ നിശബ്ദവും കുറ്റമറ്റതുമായ സേവനങ്ങളുടെ വില നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സാരം. യാതൊരു ബഹളങ്ങളോ നാട്യങ്ങളോ ഇല്ലാതെ തൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുകയും തൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ആളുകളോടും സമഭാവനയോടെ പെരുമാറുകയും ചെയ്യുന്ന മിനി ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ സംഗതിക്ക് ഏറെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ അക്കാദമിക് മികവിനെ കുറിച്ചും ഇവിടെ പറയേണ്ടതുണ്ട്. SLC പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ആദ്യത്തെ 15 റാങ്കിനുള്ളിൽ സ്ഥാനം നേടിയ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു ടീച്ചർ. BSc MSc പരീക്ഷകളിലൊക്കെ യൂണിവേഴ്സിറ്റി റാങ്കിനടുത്ത് മാർക്ക് വാങ്ങി പഠനത്തിൽ മികവ് തെളിയിച്ചയാളാണ് ടീച്ചർ. ബാങ്കിംഗ് മേഖലയിൽ ഉൾപ്പെടെ ജോലി ലഭിച്ചിട്ടും അധ്യാപനമാണ് തൻ്റെ കർമ്മമേഖല എന്ന ടീച്ചർ തിരിച്ചറിഞ്ഞത് നമ്മുടെ വിദ്യാലയത്തിനൊരു മുതൽക്കൂട്ടാവുകയായിരുന്നു. പഠന കാലയളവിൽ ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്ന ടീച്ചർ തൻ്റെ ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന സഹിഷ്ണുതയും പരിഗണനയും ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറിൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ മകളും. ഒരു അധ്യാപിക എന്ന നിലയിൽ ടീച്ചർ കുട്ടികൾക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ വ്യക്തമായി അറിയാം. ശാലിനി സിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്കൂളിൻ്റെ എല്ലാമായിരുന്നു ശാലിനി സിസ്റ്റർ. ഒരു സ്കൂളിൻ്റെ മികവ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് അധ്യാപകരുടെ മികവ് കൊണ്ടാണെന്നൊരു പൊതു ധാരണയുണ്ട്. എന്നാൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് സ്കൂൾ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലാണെന്ന് സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരണയുള്ളവർക്കറിയാം. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങളുടെ പിൻബലമായിരുന്നു ശാലിനി സിസ്റ്റർ. നമ്മുടെ സ്കൂൾ കായിക രംഗത്ത് നേടിയ എല്ലാ നേട്ടങ്ങളുടെ പിന്നിലും സിസ്റ്ററിൻ്റെ സുപ്രധാനമായ ഒരു പങ്കുണ്ട്. ഈ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ ചുമതല വഹിക്കുന്നു എന്നതിനപ്പുറം കായിക താരങ്ങളായ കുട്ടികളോട് സിസ്റ്റർ കാണിക്കുന്ന കരുതലും പരിഗണനയും അവർക്ക് കൊടുക്കുന്ന പിന്തുണയും പ്രാർത്ഥനയും അവരുടെ വിജയങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്. തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയോടെ കാര്യക്ഷമമായി സമയബന്ധിതമായി ചെയ്തു തീർക്കണമെന്ന് സിസ്റ്ററിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ
പൂന്തോട്ട പരിചരണവും കൃഷി കാര്യങ്ങളിലുമൊക്കെ സിസ്റ്റർ സജീവമായ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഓഫീസിൻ്റെ ചുമതലയാണ് സിസ്റ്റർക്കെങ്കിലും ഓരോ കുട്ടികളോടും സിസ്റ്ററിന് പ്രത്യേകമായ ഒരു അടുപ്പമുണ്ടായിരുന്നു. തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളോട് അവരെ അക്ഷരം പഠിപ്പിക്കാൻ ഉൾപ്പെടെ സിസ്റ്റർ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും സിസ്റ്ററിൻ്റെ ആ ഒരു സേവനം വളരെ മാതൃകാപരമായിരുന്നു. യാതൊരു ക്രെഡിറ്റും ആഗ്രഹിക്കാതെ നിശബ്ദമായി തൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ശാലിനി സിസ്റ്ററിൻ്റെ റിട്ടയർമെൻറ്റ് നമ്മുടെ സ്കൂളിന് ഒരു നഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ട ശാലിനി സിസ്റ്ററെ, മിൻ ടീച്ചറെ, ദീർഘകാലം നിങ്ങൾ ഈ സ്കൂളിന് നൽകിയ സേവനങ്ങൾ ഞങ്ങൾ എന്നും നന്ദിയോടെ ഓർക്കും. നിങ്ങളെപ്പോലെ ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവരുടെ അഭാവം ഒരു സ്കൂളിനും അത്ര പെട്ടെന്നൊന്നും നികത്താനാവുമെന്ന് തോന്നുന്നില്ല. ഭാവി ജീവിതത്തിന് എല്ലാ നന്മകളും ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.